സപ്ലൈ ഓൺ ആക്കി ഇവിടെ ഇൻഡിക്കേഷൻ വന്നു. ഇൻഡിക്കേഷനിൽ ഇവിടെ പവർ സപ്ലൈ സ്റ്റാൻഡ് ബൈ മോഡ് അതാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ സിസ്റ്റം ഓൺ ആക്കിയാണ്. ഓൺ ആക്കി കഴിയുമ്പോൾ വർക്കിംഗ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ എന്നുള്ളത് കോട്ടപ്പുറത്താണ്. കോട്ടപ്പുറം സെന്റ് ആനീസ് ഹൈസ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്താണ് നമ്മളുടെ ഒരു സ്കൂൾ വരുന്നത്. കോട്ടപ്പുറത്താണ് ആക്ച്വലി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം കുടിവെള്ള പ്രശ്നം സോൾവ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുടിവെള്ളം എന്ന് പറയുമ്പോൾ ഇവിടെ പലപ്പോഴായിട്ട് പല കമ്പനികൾ പല യൂണിറ്റുകൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ അത് വർക്ക് ചെയ്യാനായിട്ട്. പലരും പല രീതിയിൽ വന്ന് ചെയ്തു പോയി. ആദ്യമൊക്കെ ഓടും, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ യൂണിറ്റ് വീണ്ടും ഡെഡ് ആവും. അപ്പോ നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെസൽ ഫിൽട്രേഷൻ ആണ്. വെസൽ ഫിൽട്രേഷൻ പ്ലസ് ഒരു സ്കിഡ്, RO സ്കിഡ്, അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടപ്പുറമാണ്. കോട്ടപ്പുറം കത്തീഡ്രലിന്റെ അടുത്തായിട്ടാണ് ഈ സ്കൂൾ വരുന്നത്. ഹൈസ്കൂളാണ്, സെന്റ് ആനീസ് ഹൈസ്കൂൾ. അപ്പൊ ബാക്കിയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും പല സമയങ്ങളിലായിട്ട് പല യൂണിറ്റുകൾ വെച്ചെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിലൊരു യൂണിറ്റ് ആണ് ഇരിക്കുന്നത്. ഇത് ഡെഡായിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു യൂണിറ്റ് ഇരിപ്പുണ്ട്. അതും നമുക്ക് സ്ക്രാപ്പിലേക്ക് ഇപ്പൊ മാറേണ്ട അവസ്ഥയാണ്. അതിന്റെ ഫിൽറ്ററുകളൊക്കെ ഡാമേജ് ആണ്. അത് RO ഒന്നുമില്ല, ഒരു UV വിത്ത് പ്രീ ഫിൽട്രേഷൻ ആണ്. അപ്പൊ നമ്മളുടെ വെല്ലെന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് വെല്ല്. വെല്ലിന്റെ അത് നന്നായിട്ട് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് സെഡിമെന്റ്സും ഫിസിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ വെള്ളം ചെക്ക് ചെയ്തപ്പോൾ ഇന്നത്തെ അയണിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം അയൺ ഉണ്ടായിരുന്നു. അപ്പോ ഈ വെള്ളത്തിനെയാണ് നമുക്ക് ഫിൽട്രേഷൻ ചെയ്ത് എടുക്കേണ്ടത്. നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്കിഡ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്നതാണ് നമ്മളുടെ സ്കിഡ്, RO സ്കിഡ്. ഇത് നമ്മളുടെ 100 ലിറ്റർ പെർ ഹവർ പ്രൊഡക്ഷൻ ഉള്ളതാണ്. അതായത് 300 GPയുടെ മെമ്മറിനും അതേപോലെ തന്നെ 300 GPയുടെ പമ്പുമാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3 സെറ്റാണ്. അതായത് ഒരു യൂണിറ്റിൽ നിന്ന് നമുക്കൊരു 40 ലിറ്റർ പെർ ഹവർ ആവറേജ് കിട്ടും. അതായത് ഒരു യൂണിറ്റിൽ 40 ലിറ്റർ പെർ ഹവർ കിട്ടുമ്പോൾ 3 യൂണിറ്റിൽ നമുക്ക് ഏകദേശം ഒരു 120 ലിറ്ററോളം നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. 100 ലിറ്ററിന്റെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നെങ്കിലും 120 പ്രൊഡക്ഷൻ കിട്ടും. അപ്പൊ ഇവിടുത്തെ കൺസംഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250-300 ലിറ്റർ ആണ് കുടിവെള്ളം മാത്രം. ബാക്കിയുള്ള അബലൂഷൻ പർപ്പസിനും വാഷിങ്ങിനെല്ലാം വേറെ സെപ്പറേറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇത് കുടിവെള്ളത്തിന് മാത്രമായിട്ട് ഉദ്ദേശിച്ചുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മുടെ ടാങ്ക് ഇരിക്കുന്ന റോ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് ഇതിന്റെ മേലെയാണ്. 1000 ലിറ്ററിന്റെ ടാങ്കാണ്. അതിൽ നിന്നും വെള്ളം ഇറങ്ങി നേരെ അകത്തേക്ക് പോയി ആദ്യം നമ്മളുടെ വെസലിൽ കയറിയിട്ട് വെസൽ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് പഴയ ഒരു 3 ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് പ്രീ ഫിൽട്രേഷൻ സിസ്റ്റം 20 ഇഞ്ചിന്റെ ഒരു ഹൗസിങ്, അതായത് 20 ഇഞ്ചിന്റെ നമ്മുടെ ബ്ലൂ ബ്ലാക്ക് സ്ലിം ഹൗസിംഗ് ഉണ്ട്. ആ ഹൗസിംഗിൽ നമ്മൾ സ്പണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി അവിടെ ഉള്ള ഒരു യൂണിറ്റ് ആണത്. അപ്പൊ അത് നമ്മൾ കളയാണ്ട് അതിനെയും കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഡിസൈൻ. അപ്പൊ ആ 3 20 ഇഞ്ചിന്റെ ഫിൽറ്ററിന്റെ അകത്ത് നമ്മൾ സ്പൺ ഫിൽട്രേഷൻ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് അത് നേരെ സ്കിഡിൽ കയറി സ്കിഡിന്റെ ഔട്ട് നേരെ ഇതിനകത്ത്. ഇതൊരു അറമാരൊരു ടാങ്കാണ്. നേരത്തെ ഏറ്റവും ആദ്യം ഇവരിവിടെ ചെയ്തൊരു ടാങ്കാണത്. ഈ ടാങ്ക് ഡാമേജ് ആയപ്പോൾ പിന്നെ അതിനുശേഷമാണ് ഇതിന്റെ മേലെ സ്ലാബ് ഇട്ടിട്ട് ഈ ഒരു 1000 ലിറ്ററിന്റെ വെച്ചത്. അതിനുശേഷമാണ് പല കമ്പനികളും വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പോയത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോ ഇപ്പൊ നിലവിൽ ഈ ഒരു ടാങ്ക് വർക്കിംഗ് അല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ടാങ്കിനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ സ്കിഡിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ ഇതിലേക്ക് കൊടുക്കും. അപ്പോ ഇതിൽ നിന്ന് പിന്നെ പ്രൊഡക്റ്റ് നമ്മുടെ ലൈനിലേക്ക്, നമ്മുടെ ടാപ്പുകളിലേക്ക് സപ്ലൈ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് വരുന്നത് സെൻസർ ടൈപ്പ്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫ്ലോട്ട് ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത് കട്ട് ഓഫ് ആവാനായിട്ട്. അപ്പൊ അതെല്ലാം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഈ സൈഡിൽ കാണുന്നതാണ് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ഫ്ലോട്ട്. ഇത് നമ്മൾ നേരെ ടാങ്കിലേക്ക് ഇട്ടിട്ട് ഇത് ടാങ്ക് ഓൺ ഓഫ് ഇതുമ്മയാണ് അതിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് വരുന്നത്. അതെല്ലാം ഞാൻ വഴി നിങ്ങൾ കാണിച്ചു തരാം. ടാങ്ക് എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് ആവും. നമ്മുടെ വർക്ക് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇനിയിപ്പോ നമുക്ക് ആദ്യം പ്ലംബിങ്ങിന്റെ അതിനകത്തേക്ക് കൊണ്ടുവന്നത് നേരെ നമ്മുടെ വെസലിലേക്ക് കയറും. വെസലിലേക്ക് കയറിയിട്ട് വെസലിന്റെ ഔട്ട് വന്ന് ഇവിടെ 3 പ്രീ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അതിൽ വന്ന് ലൂപ്പായിട്ട് അതിന്റെ ഔട്ട് എടുത്തിട്ട് നമ്മളിവിടെ ഇവിടെയാണ് സ്കിഡ് വെക്കുന്നത്. സ്കിഡ് വെച്ചിട്ട് സ്കിഡിലേക്ക് കയറിയിട്ട് സ്കിഡിന്റെ ഔട്ട് എടുത്ത് നേരെ നമ്മൾ ഇവിടെ ഒരു ഹോൾ അടിച്ച് അതിനകത്താണ് ടാങ്ക് വരുന്നത്. അതിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടും അതേപോലെ തന്നെ സ്കിഡിൽ നിന്ന് വരുന്ന ഔട്ടും നമ്മൾ അതിലേക്ക് ഇടും.
നമ്മുടെ മീഡിയ എല്ലാം റെഡിയാണ് കേട്ടോ. എല്ലാ മീഡിയാസും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്യാൻ വേഗം. അപ്പം നമ്മുടെ വെസലിൻ്റെ ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ടാങ്കിൽ നിന്നുള്ള ഇൻലെറ്റ് ലൈൻ വന്ന് വെസലിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പ്രഷർ ബാക്ക് വാഷിനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ പ്ലംബിംഗ് ലൈനൊക്കെ കഴിഞ്ഞ് നമ്മളിത് ബാക്ക് വാഷിലേക്ക് ഇട്ട് ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന 2 ഫിൽറ്റർ സ്പൺ ഫിൽറ്റർ 20 ഇഞ്ചിൻ്റെ അകത്തുനിന്ന് അഴിച്ചെടുത്താണ് കേട്ടോ. അകത്ത് നേരത്തെ ഉണ്ടായെന്ന് പറഞ്ഞാൽ 25 ഇഞ്ചിൻ്റെ ഹൗസിങ്ങിൻ്റെ അകത്തുനിന്ന് അഴിച്ചെടുത്തതാണ്. അപ്പോൾ അതേ നമ്മുടെ ബാക്ക് വാഷൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഈ കാണുന്ന 3 ഹൗസിങ്ങിൻ്റെ അകത്തുനിന്ന് അഴിച്ചെടുത്താണ്. 2 ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണം കാലിയായിരുന്നു. ഹൗസിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഹെഡ് മാത്രം കാണുള്ളൂ കേട്ടോ. ഹൗസിംഗ് പുറത്ത് കഴുകാൻ വെച്ചേക്കാണ്. നമ്മളുടെ വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. 13 നമ്പർ 4 ടാറ്റയുടെ വെസൽ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മളുടെ ഓവർ ഹെഡ് ടാങ്ക് 1000 ലിറ്ററിന്റെ ടാങ്ക് ഒന്ന് കാണിച്ചു കൊടുത്തത്. ഈ ടാങ്കിലേക്ക് ഏറ്റവും ആദ്യം വെള്ളം അടിച്ച് കയറണത്. അതിനുശേഷം നമ്മളുടെ ഗ്രാവിറ്റിയിൽ ഈ ലൈനിൽ കൂടി ഇങ്ങോട്ട് പോരും. ഇങ്ങോട്ട് പോന്നിട്ട് നേരെ നമ്മുടെ വെസലിൽ വന്ന് കയറിയാണ്. വെസലിൽ വന്ന് കയറിയിട്ട് ഇവിടെ നമ്മുടെ ഫിൽട്രേഷൻ നടക്കുന്നു. സെൽഫ് ഫിൽറ്റർ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു ഇവിടുത്തെ മുന്നത്തെ കുഴപ്പം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വെസൽ ഫിൽറ്റർ വെച്ചു. അപ്പൊ ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ്, സെഡിമെന്റ്സ്, ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെയാണ് ഹോൾഡ് ആവണം ഫസ്റ്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫിൽറ്ററിലേക്ക് നമുക്ക് മെയിൻ്റെനൻസ് കുറക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ ഫിൽട്രേഷൻ വെച്ചു. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു 3 ഫിൽട്രേഷൻ സിസ്റ്റം വരുന്നുണ്ട്, പ്രീ ഫിൽട്രേഷൻ സിസ്റ്റം. ഇത് നമ്മൾ കേട്ട് കൊടുത്തതല്ല, പക്ഷെ നമ്മൾ ഇതിനകത്തുള്ള സ്പണ്ണ് നമ്മളിടും, അതിന്റെ കാറ്ററേജുകൾ നമ്മളിടും. അത് പൂരി വെച്ചേക്കാണ്. അപ്പോ വെസലിൽ നിന്ന് ഔട്ടായിട്ട് വരുന്ന ഈ ഒരു ലൈൻ ഇത് നേരെ ഈ 3 പ്രീ ഫിൽട്രേഷൻ സിസ്റ്റത്തിൽ കയറിയാണ്. 5 മൈക്രോണിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആയിക്കോളൂ, 20 ഇഞ്ചിന്റെ. അതിൽ കയറിയിട്ടാണ് പിന്നെ നമ്മുടെ സ്കിഡിലേക്ക് വരുന്നത്. സ്കിഡിൽ ഞാൻ നേരത്തെ നിങ്ങളുടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, 300 GPയുടെ മെമ്മറിനും അതുപോലെ തന്നെ 300 GPയുടെ പമ്പാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3 സെറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് 40 ലിറ്റർ പെർ ഹവർ നമുക്കൊരു യൂണിറ്റിൽ തന്നെ കിട്ടും. അപ്പൊ 4 3 12 120 ലിറ്റർ ഒരു മണിക്കൂറിൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. 100ന്റെ നമ്മളിവിടെ വെച്ചിരിക്കുന്നത്, എന്നാലും 120 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നുള്ള പ്രൊഡക്ഷന്റെ ട്യൂബാണിത്. ഇത് നേരെ നമ്മൾ ഈ ഹോളിൽ കൂടെ ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അവിടെ ടാങ്ക് വെച്ചിട്ടുണ്ട്, 300 ടാങ്ക്. അതിലേക്കാണ് പോയി അത് സേവ് ആവുന്നത്. അവിടെ പോയി സ്റ്റോറേജ് ആവും. ഈ പോകുന്നത് ഇതിന്റെ വേസ്റ്റ് ആണ്. ഇത് നമ്മൾ നേരിട്ട് പുറത്തേക്കാണ് കളയുന്നത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഫ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഫ്ലോട്ടാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. വൺസ് നമ്മുടെ 300 ലിറ്റർ ടാങ്ക് ഫുൾ ആവുമ്പോൾ ഓട്ടോ കട്ട് ഓഫ് ആവും, സിസ്റ്റം സ്റ്റാൻഡ് ബൈയിലേക്ക് പോകും. പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ചിട്ട് ഫ്ലോട്ട് നമ്മുടെ ലെവൽ വ്യത്യാസം വരുമ്പോൾ വീണ്ടും മോട്ടോർ സ്റ്റാർട്ട് ആവും. അപ്പൊ ഇതിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. അപ്പൊ നോർമലി നമ്മൾ ഇതിനെ ബാക്ക് വാഷ് ചെയ്യണം. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ബാക്ക് വാഷ് ചെയ്ത് ഇതിൽ കെട്ടിക്കിടക്കുന്ന അഴുക്കിന് നമ്മൾ പുറത്തേക്ക് കളയേണ്ടി വരും. കാരണം ഇവിടെ നന്നായിട്ട് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസും സെഡിമെന്റ്സും അയണിന്റെ സാന്നിധ്യവും ഉണ്ട്. അപ്പൊ ഇതില്ലാത്ത കാരണത്താൽ നേരിട്ട് ഈ ഒരു പ്രീ ഫിൽറ്ററിൽ കയറി കഴിയുമ്പോൾ ഈ പ്രീ ഫിൽറ്റർ മാറാൻ, അതായത് ഫിൽറ്ററേജ് ഈ കാറ്ററേജ് സിസ്റ്റം ഇതിലുള്ള ഈ ഫിൽറ്ററുകൾ മാറാനുള്ള നേരം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അഴുക്ക് നന്നായിട്ടുള്ളതിന്റെ പേരിൽ അഴുക്ക് നേരിട്ട് വന്ന് ഇതിനകത്ത് കയറിയിരുന്നു. അപ്പോ നമ്മൾ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പൊ വെസൽ വെച്ചേക്കുന്നത്.
അപ്പൊ നമ്മളുടെ വർക്ക് ഏകദേശം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസിനൊന്ന് കാണിച്ചു കൊടുക്കാം. പ്രിൻസിപ്പൾ ഇവിടെ ഉണ്ട്, സിസ്റ്ററാണ്. പമ്പ് ചെയ്യുമ്പോൾ നേരിട്ട് ടാങ്കിലേക്ക് പോകും. വെള്ളം നേരിട്ട് ടാങ്കിലേക്ക് വീണതിന് ശേഷം ഇറങ്ങി വരുന്ന ലൈൻ ഇതാണ്. ഈ ലൈൻ വഴി നേരെ അകത്തേക്ക് പോയി കാണിച്ചാൽ അകത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ നമ്മളൊരു മാസ്റ്റർ വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ വാൽവ് ഇപ്പൊ ഞാനിപ്പോ ഓപ്പൺ ആക്കിയാണ്, നേരത്തെ അടച്ചു വെച്ചേക്കായിരുന്നു. അപ്പൊ നമ്മുടെ വെള്ളം ഇങ്ങനെ കയറി നേരെ ഈ പൈപ്പ് വഴി ഇതിനകത്തേക്ക് കയറും. ഇൻലെറ്റ് ഇതിൽ കയറി ഇവിടെ ഫിൽട്രേഷൻ നടക്കും. എന്നിട്ട് ഫിൽറ്റർ വാട്ടർ ഈ വഴി നേരെ പുറത്തേക്ക് ഇറങ്ങും. നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മുടെ 3 പ്രീ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അതിനകത്താണ് ഞാൻ 3 ഫിൽറ്റർ അതിനകത്ത് ആഡ് ചെയ്തത്. നമ്മുടെ 20 ഇഞ്ചിന്റെ സ്പൺ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, 5 മൈക്രോന്റെ, അതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ഇതിൽ നിന്ന് പുറത്ത് ഫിൽറ്റർ വാട്ടർ വന്നിട്ട് നേരെ നമ്മുടെ സ്കിഡിലേക്ക് കയറും. സ്കിഡിലേക്ക് കയറിയിട്ട് ഇങ്ങനെ കയറി അതിനകത്ത് നിന്ന് വന്ന് പ്രൊഡക്റ്റ് ആണ് ഈ വരുന്നത്. ഈ ട്യൂബ് വഴി പ്രൊഡക്റ്റ് വരും. ഈ ട്യൂബ് ശരിക്കും നമ്മുടെ ടാങ്കിലേക്ക് പോകുന്നത്. അവിടെ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന് ബേസ്മെന്റ് റെഡി ആയിട്ടില്ല. ആ ബേസ്മെന്റ് ഉള്ളില് അവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നില്ല നേരത്തെ. 300 ടാങ്ക് അവിടെ ഇറക്കി വെച്ചു. ഓൾറെഡി അവിടെ ഇറക്കി വെച്ചു. ഫ്ലോട്ടും സെറ്റ് ചെയ്തു. ഇത് കണ്ടോ, ഇത് ഫ്ലോട്ടാണ്. നമ്മുടെ മെഷീനിൽ പോയിരുന്ന ഫ്ലോട്ടാണത്. ഫ്ലോട്ട് സിസ്റ്റം ആണ്. നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സിസ്റ്റം ഓഫ് ആവും. അപ്പോ നിലവിൽ ഇപ്പൊ അതിലേക്ക് ഇടാത്തതിന്റെ കാരണം വെള്ളം അതിനകത്ത് വന്നതിന് പിന്നെ ടാങ്ക് പൊക്കാൻ ബുദ്ധിമുട്ടാവും നമുക്ക്. അപ്പൊ അതിപ്പോ അത് അങ്ങനെ ഇട്ടിട്ടില്ല. ഇത് മാത്രം ഇടാനായിട്ട് മാത്രം ജസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ആ ഹോളിൽ ടച്ചാൽ മതി സ്റ്റാൻഡ് വന്നതിന് ശേഷം. അപ്പൊ നിലവിൽ ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് ഈ വഴി വരും. നമ്മുടെ 2 വാൽവും ഓപ്പൺ ആണ്. ഇനി നമ്മുടെ സിസ്റ്റം ഓൺ ആക്കാൻ പോയി. സപ്ലൈ ഓൺ ആക്കി അവിടെ ഇൻഡിക്കേഷൻ വന്നു. ഇൻഡിക്കേഷനിൽ ഇവിടെ പവർ സപ്ലൈ സ്റ്റാൻഡ് ബൈ മോഡ് അതാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ സിസ്റ്റം ഓൺ ആക്കിയാണ്. ഓൺ ആയി കഴിയുമ്പോൾ വർക്കിംഗ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോ സിസ്റ്റം ഇപ്പൊ റണ്ണായി. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഫ്ലോ മീറ്ററിൽ നോക്കി അറിയാൻ പറ്റും എത്രത്തോളം നമുക്ക് പ്രൊഡക്റ്റ് വരുന്നുണ്ടെന്ന്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വന്നു തുടങ്ങി. 40 ലിറ്റർ പെർ ഹവറിൽ നമുക്ക് വന്ന് കിട്ടുന്നുണ്ട്. 40ക്ക് മേലെ കിട്ടുന്നുണ്ട് നിലവിൽ. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റിന്റെ ഇതാണ് കാണുന്നത്, ഇതിൽ വരുന്നത്. ഇനി ഇത് നമ്മൾ നേരെ ടാങ്കിലേക്കാണ് ഇടുന്നത്. ടാങ്ക് ഫുൾ ആയി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ വരും, കട്ട് ഓഫ് ആവും. ഇപ്പൊ നിലവിൽ ഇപ്പൊ ടാങ്കിൽ വെള്ളമില്ല. ഇതിലേക്ക് നമ്മൾ ആ ട്യൂബ് ഇട്ടിട്ടില്ല, ടാങ്കിലേക്ക് ഇട്ടിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് ഇപ്പൊ ഈ ഇൻഡിക്കേഷൻ കാണിക്കാറുള്ളത്. നോർമലി വർക്കിംഗ് ടൈമിൽ വൺസ് ടാങ്ക് ഫുൾ ആവുമ്പോൾ ഈ ഇൻഡിക്കേഷൻ വരും, സിസ്റ്റം കട്ട് ഓഫ് ആവും. പിന്നെ അതിൽ നിന്ന് കൺസ്യൂം എടുത്തു കഴിഞ്ഞ് ഫ്ലോട്ട് താഴ്ന്നു കഴിയുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. വേണ്ട, നിലവിൽ നമ്മൾ പോണ സമയത്ത് ഇപ്പൊ എല്ലാം നോർമലൈസ് ആയതിനു ശേഷം നമുക്ക് ഓട്ടോ മോഡ് ആയിട്ട് പോയച്ചാൽ മതി. പക്ഷെ ഈ രാത്രി സമയത്ത് സേഫ് സോൺ എന്നുള്ള രീതിയിൽ ഓഫ് ചെയ്തിട്ട് പോകാൻ നല്ലത്. ഓണാക്കി വെച്ചാൽ മതി. സ്വിച്ച് ഓണാക്കി ആയി കാണിക്കുന്ന പ്രൊസീജിയർ അതൊക്കെ ചെയ്താലാണ് പ്രൊഡക്റ്റ് നമുക്ക് വന്നു തുടങ്ങി. ഇത് എടുത്ത് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല ശുദ്ധമായ വെള്ളമാണ്, നല്ല വാട്ടർ തന്നെയാണ്. അങ്ങനെയുണ്ട്. ഇത് നേരെ ഇനി ടാങ്കിൽ വീണ്ടും ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ടാങ്കിൽ നേരിട്ട് ഔട്ട്ലെറ്റ് ഇവിടേക്ക് വരും. ഈ പൈപ്പിനെ കട്ട് ചെയ്ത് അകത്തേക്ക് എടുത്തേക്കാം. ഇനി ടാങ്കായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നേരെ വെള്ളം എല്ലാ ടാപ്പിലേക്കും വരും. ഇതാണ് സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.